ആരുടെ അലാറം ഇത്? മര്യാദക്ക് അലാറം ഓഫ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. മര്യാദക്ക് ആ അലാറം ഒന്ന് ഓഫ് ആക്കാൻ. എനിക്ക് അലങ്കൊക്കെ തീരെ ഇഷ്ടമല്ല. മനുഷ്യന് സമാധാനം കെടുത്തു. അത് എന്താടാ? സോറി ടീച്ചർ സിയാൻ. എന്റെ ചേച്ചി പറഞ്ഞിരിക്കുന്നത് അലാം ക്ലോക്കിന് ഹ്യൂമൻ ബ്രെയിനിന്റെ ബയോളജിക്കൽ ക്ലോക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ശക്തിയുണ്ടെന്നാ. ഇത് ഞങ്ങളെ ശരിയായ സമയത്ത് ഓർമ്മിപ്പിച്ചതിന് വളരെ നന്ദി. അടുത്ത തവണ മുതൽ അലാം ക്ലോക്ക് ഓഫ് ചെയ്യാൻ മറക്കാതിരിക്കണം. പറഞ്ഞത് കേട്ടല്ലോ. ആൻഡ് മിസ്റ്റർ ഷെൻ, നീ എന്തിനാ വെറുതെ അപ്പോളജൈസ് ചെയ്യാൻ നിൽക്കുന്നേ? ഇത് നിന്റെ അലാറം അല്ലല്ലോ. സോറി മിസ്. പിന്നെ നിന്നുണ്ടല്ലോ. പോവാൻ നോക്ക്, ലേറ്റ് ആയി. സമയം ഇപ്പൊ 6 ആയിട്ടേ ഉള്ളൂ. ഉറങ്ങാനും സമ്മതിക്കില്ല. മനുഷ്യനെ നാശം പിടിക്കാൻ. ഇതൊരു വൃത്തികെട്ട ഐഡിയ. ഇതിന്റെ ആവശ്യമുണ്ടോ? അതൊക്കെ ആവശ്യമുണ്ട്. വന്നേ, നീ പേടിക്കാതെ വന്നേ. ആ വാ. ഞാൻ എത്ര ടാലന്റഡ് ആണെന്ന് എനിക്ക് അറിയാലോ. ഒരു വ്ളോഗിന് തന്നെ എന്തുമാത്രം ഫാൻസാ ഉള്ളത്. എല്ലാം ഫാൻസ് തന്നെ. ഒളിക്കേണ്ട ഒരു ആവശ്യമില്ല. നീ എന്തായി കാണിക്കുന്നത്? മാറങ്ങോട്ട്. നിനക്ക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ട് എന്താ കാര്യം? നീ സ്റ്റുഡൻസിന് നല്ലത് ഞാനാ നോക്കിയത്. പക്ഷെ അത് കാരണം നീ സസ്പെൻഡും ആയി. ഇനി എന്തിനാ അതിനെക്കുറിച്ചൊക്കെ പറയുന്നത്? നമ്മളത് സോൾവ് ചെയ്ത കാര്യമല്ലേ. പിന്നെന്താ? എല്ലാവരും റിയാലിറ്റി ഷോയിൽ പോയി പങ്കെടുത്ത് ഫേമസ് ആയി കാശ് ഉണ്ടാക്കുന്നു. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യുന്നത്. ഇത് നിന്റെ ലാസ്റ്റ് വാർണിംഗാ. മനസ്സിലായോടാ? ശരി, നീ അത് വിട്. ഞാനൊരു 1000 തവണ സോറി പറഞ്ഞല്ലേ. ടീച്ചർ ചെയ്യാൻ നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന ആരും ചോദിച്ചില്ലേ? മാപ്പ് തന്നേക്ക്. അവരാരാണെന്ന് കണ്ടുപിടിച്ചായിരുന്നോ? ബ്രദർ, ഞാൻ നിന്നോട് റിയാലിറ്റി ഷോന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ നീ എന്തെങ്കിലും ടീച്ചർ ആവുന്ന കാര്യം ആലോചിക്കുമായിരുന്നോ? കോൺട്രാക്ട് ഇല്ലായിരുന്നെങ്കിൽ ആരെങ്കിലും ഈ ജോലി ചെയ്യാൻ തുനിയുമായിരുന്നോ? വാ പോം. കഴിഞ്ഞ ഫ്രൈഡേ നമ്മളെല്ലാവരും ഒരുമിച്ച് സൺസെറ്റ് കാണാനായി പോയി. സ്കൂളിലെല്ലാവർക്കും അതിനെപ്പറ്റി അറിയാം. ടീച്ചർ സിയാങ് പറഞ്ഞത് ഇതൊരു സീക്രട്ട് ആണെന്നല്ലേ? ഇപ്പം ഇതെന്താ സംഭവിച്ചത്? ഓൺലൈനിൽ ഫോട്ടോസ് ഇട്ടേക്കുന്നു. അതെ, ടീച്ചർ സിയാങ് വളരെ കെയർലെസ്സാ. പക്ഷെ പ്രശ്നം വന്നേക്കുന്നത് ഞങ്ങൾക്കാ. ടീച്ചർ സിയാൻ, ഔട്ട്ഡോറിൽ നടന്ന മീറ്റിംഗ് നമ്മൾ എല്ലാവരോടും പ്ലാൻ ചെയ്ത. എല്ലാവരും വോട്ട് ചെയ്ത് അപ്രൂവ് ചെയ്തു. സ്കൂൾ എന്ത് പണിഷ്മെന്റ് തന്നാലും എനിക്ക് ഓക്കെ. ഞാനല്ലേ ഇത് ആദ്യം തുടങ്ങിയത്, അതുകൊണ്ട് ഞാൻ തന്നെ ഏറ്റോളാം. അന്ന് കൂടെ നിന്നു, എന്നിട്ട് ഇപ്പൊ ഒറ്റപ്പെടുത്തുവാണോ? സന്തോഷത്തിൽ മാത്രമല്ല സങ്കടത്തിലും ഒപ്പം ഉണ്ടാവണം. നമ്മുടേത് ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ആദ്യം നിങ്ങൾ എല്ലാവരും ഒന്ന് ഇരിക്കേ. എനിക്ക് തോന്നുന്നു ജിയാൻജി പറഞ്ഞ കാര്യം വളരെ ശരിയാണെന്ന്. ഞാൻ നിങ്ങൾക്ക് നൽകിയ പ്രോമിസ് തെറ്റിച്ചിട്ടാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓൺലൈനിൽ ഫോട്ടോസ് ഇട്ടത് എന്റെ തെറ്റാണെന്ന് എനിക്കറിയാം. ഞാൻ എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി സ്കൂളിൽ ഇക്കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. പ്രിൻസിപ്പലും ഡയറക്ടറും എല്ലാം ഇക്കാര്യം സമ്മതിച്ചതുമാണ്. അന്ന് നമ്മൾ ടൂർ പോയ ബസ് പോലും അവരാ അറേഞ്ച് ചെയ്ത് തന്നത്. ടീച്ചർ സിയാങ് ഈ കാര്യം മറച്ചു വെച്ചത് എന്തിനാ? എന്താ പറയാതിരുന്നത്? അതെ, ഞങ്ങൾ എത്ര പേടിച്ചെന്നറിയോ? ടീച്ചർ സിയാൻ, അപ്പൊ സ്കൂളിൽ നിങ്ങൾ പണിഷ് ചെയ്യില്ലേ? ഇക്കാര്യത്തില് നമുക്ക് ഒരു പ്രശ്നവും വരില്ല എന്ന് ഞാൻ ഉറപ്പ് തരികയാണ്.